ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1859 ഓഗസ്റ്റ് 4 തന്റെ 73-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിടവാങ്ങിയ ഒരു സാധു വൈദികന്റെ ജീവിതം തിരുസഭ നമ്മുടെ മുമ്പിൽ വലിയൊരു പാഠപുസ്തകമാക്കി അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ ജോൺ മരിയൻ വിയാനി 1786 ഫ്രാൻസിൽ ജനിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭീകര സാഹചര്യങ്ങൾക്കിടയിൽ വിശ്വാസം പ്രോത്സാഹിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്റെ 29-ാമത്തെ വയസ്സിൽ വിശ്വാസം കൊണ്ടും സമർപ്പണം കൊണ്ടും മാത്രം വൈദികനായി തീർന്ന ഒരു യുവാവിന്റെ പുണ്യ ജീവിതം നമ്മൾ അനുസ്മരിക്കുകയാണ്. എല്ലാവർക്കും വിയാനി പുണ്യവാളന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ പ്രത്യേകമായി വൈദികർക്ക് സ്നേഹപൂർവ്വം നേരുന്നു. ക്രിസ്തു തന്നെ കുറിച്ച് പറഞ്ഞു വെച്ച ഏറ്റവും മനോഹരമായ വിശേഷണം ഞാൻ നല്ല ഇടയൻ ആണ് എന്നതാണ്. ഈ നല്ല ഇടയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവിശേഷം ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു എന്നതുമാണ്. എല്ലാ വൈദികരുടെയും പേരിനൊപ്പം ഈ ഇടയൻ എന്നൊരു പേര് കൂടെയുണ്ട്. ദൈവജനം നമ്മളെ അച്ഛ, ഫാദർ എന്നൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ ഇടയ പേരിന്റെ ആന്തരികതയാണ് തെളിഞ്ഞു നിൽക്കുന്നത്. വൈദികൻ ഇടയനാണ്. വൈദികൻ അജഗണങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുന്ന ഇടയനാണ്. ക്രിസ്തു ആഗ്രഹിച്ച നല്ല ഇടയനിലേക്ക് വളർന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹത്തിന് ബുദ്ധിസാമർഥ്യം വളരെ കുറവായിരുന്നു. പ്രാഗൽഭ്യങ്ങൾ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് അടങ്ങാത്തൊരു ദൈവസ്നേഹവും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത വലിയൊരു ദാഹം. പൊതുവെ വിശുദ്ധാത്മാക്കളെ കണ്ടുവരുന്ന 2 ഗുണഗണങ്ങളാണ് ഇവ രണ്ടും. ജീവിതത്തിൽ വിയാനിയച്ചൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന 2 ദീപങ്ങൾ ഈ അടങ്ങാത്ത ദൈവസ്നേഹവും അടങ്ങാത്ത ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹവും. ആഴ്സ് എന്ന അധപതിച്ച പട്ടണത്തെ സ്വർഗതുല്യമാക്കി മാറ്റാൻ കഴിവ് കെട്ടവരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സാധുവൈദികനെ സാധിച്ചത് ഈ മേൽപ്പറഞ്ഞ 2 ഗുണങ്ങൾ കൊണ്ട് മാത്രമാണ്. ഒരു ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അടങ്ങാത്ത വേദനയായിരുന്നു. ദൈവത്തിന്റെ ഹൃദയവേദന നെഞ്ചിലേറ്റിയ ഒരു മനുഷ്യൻ 18-20 മണിക്കൂർ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കാൻ അദ്ദേഹം തയ്യാറായത് ഈ ആത്മദാഹം കൊണ്ടാണ്. 21-ാം നൂറ്റാണ്ടിന്റെ പുരോഹിതർക്ക് അജപാലകൻ എന്ന പേര് അന്യമായി തീരുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ്. ഇതൊരു സ്വയം വിമർശനമാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആടിന്റെ മണമുള്ള അജപാലകന്മാരെ ഈ കാലഘട്ടത്തിന് വേണമെന്ന് പ്രഘോഷിച്ചു വെച്ചു. അവനവന്റെ കാര്യങ്ങളും അതിനപ്പുറം സ്വകാര്യങ്ങളും അതിനിടയിൽ എവിടെയോ ചെയ്യുന്ന ആത്മീയ പരിചരണങ്ങളും അതിനേറ്റ സുരക്ഷിതത്വവും ഒക്കെ ഇന്നത്തെ പുരോഹിതന്മാർ മുന്നോട്ട് പോകുമ്പോൾ ജനം ചോദിക്കുന്നു, ആടിന്റെ മണമുള്ള പുരോഹിതന്മാരുടെ കാലഘട്ടം അവസാനിച്ചു എന്ന്. വിയാനിയച്ചനെ നോക്കി ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ ജോൺ മരിയ വിയാനിയച്ചൻ തന്റെ അജപാലന ശുശ്രൂഷയിൽ ഉപയോഗിച്ച ഏതാനും ആത്മീയ ആയുധങ്ങളെ നമുക്ക് ഇന്ന് ധ്യാന വിഷയമാക്കി മാറ്റാം. അതിലൊന്നാമത്തേത് വിശുദ്ധ കുംഭസാരം എന്ന സൗഖ്യ ഔഷധമാണ്. മണിക്കൂറുകൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം കുംഭസാരക്കൂടുകളിൽ ചെലവഴിച്ചത് പാപമോചനം എന്ന ആത്മീയ അധികാര വിനിയോഗത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല. മനുഷ്യാത്മാവിനേറ്റ, മനുഷ്യ മനസ്സുകൾക്കേറ്റ ആഴമായ മുറിവുകളുടെ സൗഖ്യം കൂടിയാണ് ഓരോ കുംഭസാരത്തിലും വിയാനിയച്ചൻ നൽകിയിരുന്നത്. എല്ലാ മനുഷ്യന്റെയും പാപാവസ്ഥയ്ക്കും അവന്റെ തകർച്ചകൾക്കും അധപതനത്തിന് പിന്നിൽ ഇങ്ങനെയുള്ള ചില മുറിവിന്റെ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് കണ്ടെത്തി കൃത്യമായി മരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആത്മാക്കളെ കർത്താവിനായി നേടാൻ നമുക്ക് സാധിക്കും. വിയാനിയച്ചൻ കുമ്പസാരക്കൂടുകളിൽ സമയമെടുത്തത് ഈ സൗഖ്യ ദാനത്തിനു വേണ്ടിയിട്ടായി. സമയമെടുത്ത് കുമ്പസാരിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു ആശീർവാദത്തിൽ അവസാനിപ്പിക്കാതെ കുമ്പസാരിപ്പിക്കാൻ സമയം കണ്ടെത്താൻ വൈദികരായി നമുക്ക് സാധിക്കട്ടെ. അവിടെ ഒരുപാട് ആത്മാക്കളെ, സൗഖ്യം ലഭിച്ച ഒരുപാട് ആത്മാക്കളെ കർത്താവിനായി നേടാൻ നമുക്കും സാധിക്കും. വിശുദ്ധ ജോൺ മരിയ വിയാനിയച്ചൻ തന്റെ ആത്മീയ അജപാലന ശുശ്രൂഷയിൽ ഉപയോഗിച്ച 2ാമത്തെ ആയുധം ജനമധ്യത്തിൽ ആയിരിക്കുക, അകന്നിരിക്കുന്നവരെ അവരുടെ ഇടങ്ങളിൽ തേടിയെത്തുക എന്ന അജപാലന ശൈലിയാണ്. ഇത് കർത്താവിശ്വമിശിഹ പഠിപ്പിച്ച അജപാലന ശൈലിയാണ്. നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടുവോളും തേടി അലയുന്ന ഇടയന്റെ ചിത്രം സുവിശേഷമാണ് നമ്മളെ പഠിപ്പിച്ചത്. ദൈവസന്നിധിയിൽ വരാത്തവനെ, ദേവാലയത്തിൽ വരാത്തവനെ അവരുടെ മതരോത്സവ ഇടങ്ങളിൽ ചെന്ന് കണ്ട അനേക സംഭവങ്ങൾ വിശുദ്ധ വിയാനിയച്ചന്റെ ജീവചരിത്രത്തിലുണ്ട്. അവർ അദ്ദേഹത്തെ മദ്യപിക്കാൻ ക്ഷണിക്കുന്നു. പക്ഷെ പതിയെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം അവരിൽ മാറ്റങ്ങൾ ഉളവാക്കി. അവർ ദേവാലയത്തിലേക്ക് വന്നു തുടങ്ങി.
ജനമധ്യത്തിലേക്ക് ഇറങ്ങാൻ, തിന്മയുടെ കൂടാരമാതരകൾ തള്ളിത്തുറന്ന് നരകയോഗ്യത നേടിയവരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ധൈര്യം കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു. വിശുദ്ധ വിയാനിയച്ചൻ മുന്നോട്ട് വെക്കുന്ന ഈ ജീവിതശൈലി നമുക്ക് അന്യമാവരുത്. ഈ കാലഘട്ടത്തിന് നേരെ നോക്കി നിസ്സംഗതയോടുകൂടെ നിൽക്കാനല്ല ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. വിയാനിയച്ചൻ ചെയ്തതുപോലെ ജനമധ്യത്തിലായിരിക്കാനും അവരുടെ തിന്മയുടെ ഇടങ്ങളിൽ ചെന്ന് നിന്ന് അവരെ നന്മ കാണിച്ചു കൊടുക്കാനും ദേവാലയത്തിലേക്കും ദൈവസന്നിധിയിലേക്കും ആനയിക്കാനുള്ള ചങ്കൂറ്റം ഇന്നത്തെ വൈദികരിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. വിയാനിയുടെ മാതൃക നമുക്ക് സ്വീകരിക്കാൻ പരിശ്രമിക്കണം. വിശുദ്ധ വിയാനിയച്ചന്റെ മൂന്നാമത്തെ ആത്മീയ ആയുധം അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രാർത്ഥനയും അതോടൊപ്പം പരിഹാര ജീവിതവുമായിരുന്നു. കുമ്പസാരക്കൂടുകളിൽ അദ്ദേഹം കേട്ടിരുന്ന പാപങ്ങൾക്ക് വ്യക്തിപരമായി അദ്ദേഹം പരിഹാരങ്ങൾ ചെയ്യുമായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ അനേകം സമയം ദൈവസന്നിധിയിൽ കൈവിരിച്ചു പിടിച്ച് മുണ്ടിൽമേൽ നിന്ന് പ്രാർത്ഥിച്ചും നാളുകൾ നോമ്പ് നോറ്റും ഉപവാസമനുഷ്ഠിച്ചും അദ്ദേഹം ജനത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യുമായിരുന്നു. ആർസിന്റെ താഴ്വാരം വിശുദ്ധമായത് വിയാനിയുടെ പരിഹാര ജീവിതം കൊണ്ടുകൂടിയാണ്. ഒരു വൈദികന്റെ പുണ്യജീവിതം, പരിഹാര ജീവിതം അനേകം ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിന് കാരണമാകുന്നു. ക്രിസ്തു ചെയ്തതും മറ്റൊന്നുമല്ലല്ലോ. യേശു ചെയ്തത് വിശുദ്ധ വിയാനിക്ക് അനുകരിക്കാനായെങ്കിൽ, ആവർത്തിക്കാനായെങ്കിൽ അത് നമുക്കും ചെയ്യാനാകും. ലോക പാപ പരിഹാര ജീവിതമായിട്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മാറട്ടെ. അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിഹാര ജീവിതം ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. പ്രിയ ദൈവജനമേ, വിശുദ്ധ ജോൺ മരി വിയാനി പുണ്യവാളുടെ തിരുനാൾ ദിനത്തിന്, എല്ലാ വൈദികരുടെയും ഈ തിരുനാൾ ദിനത്തിന് നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിചയമുള്ള വൈദികരെ എല്ലാവരെയും പ്രത്യേകമായി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. പരിഹാര ജീവിതം നയിക്കുന്ന, പുണ്യജീവിതം നയിക്കുന്ന, ജനമധ്യത്തിൽ ഇറങ്ങി ശുശ്രൂഷ ചെയ്യുന്ന, കുമ്പസാരക്കൂടുകളിൽ സൗഖ്യം പ്രദാനം ചെയ്യുന്ന അനേകം വൈദികർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാ വൈദികരെയും വിശുദ്ധ വിയാനിയുടെ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.